ഇസ്രായേലിൻ്റെയും ഫലസ്തീൻ്റെയും വിധി നിർണ്ണയിക്കുന്ന ഒരു യുദ്ധമായിരിക്കും. ഇസ്രായേലോ നെതന്യാഹുവോ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നേയില്ല. ബന്ദികളുടെ മോചനം അവരുടെ അജണ്ടയിലേ ഇല്ല. ഈ യുദ്ധം 2024 അവസാനിക്കാൻ പോകുന്നില്ല. 2025 ഈ യുദ്ധം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ സാമ്പത്തിക നിലയെ റേറ്റ് ചെയ്യുന്ന ഏജൻസികൾ ഇസ്രായേലിൻ്റെ റേറ്റിംഗ് താഴ്ത്തില്ല. ഈ ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം അവരുടെ ഒരു കമാൻഡറെ വധിച്ചതിൻ്റെ പ്രതികാരമാണ്. മുമ്പ് ഇറാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ടതിന് ഇറാൻ നടത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ട്രൈക്കുണ്ട്. ആ സ്ട്രൈക്കിന് പകരം ഹിസ്ബുള്ള കമാൻഡർ വധിച്ചതിന് ഇറാൻ്റെ തന്നെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ള ഒരാക്രമണം നടത്തുന്നു ഇസ്രായേലിലേക്ക്. അതിൽ ഇന്നലെ ഹസൻ നസ്രുള്ള ഈ ആക്രമണത്തിന് ശേഷം അവരുടെ അൽമനാർ എന്ന് പറഞ്ഞ ടെലിവിഷൻ ചാനലുണ്ട്. അതിൽ ഒരു അദ്ദേഹത്തിൻ്റെ സ്ഥിരമായി അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളുള്ളപ്പോൾ അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. അങ്ങനെ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത സ്ട്രൈക്കാണ്. ഈ സ്ട്രൈക്ക് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് ഇസ്മായിൽ ഹനിയുടെ വധം, മറ്റൊന്ന് ഇവരുടെ ഒരു കമാൻഡർ ഷുക്രിയെ വധിച്ചതിൻ്റെ പ്രതികാരം. അപ്പോൾ ഇതാര് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ എന്ന് വെച്ചാൽ ഇറാൻ, ഹിസ്ബുള്ള, ഹൂത്തികൾ, ഞങ്ങൾക്കിടയിൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആര് ആദ്യം അടിക്കണം. അതുകൊണ്ടാണ് ഇത് വൈകിയത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സ്ട്രൈക്ക് ഞങ്ങളുടെ പ്രതികാരത്തിൻ്റെ ഒന്നാം ഘട്ടമാണ്. ഞങ്ങളിപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ തീരുമാനത്തിൽ ഞങ്ങളെടുത്തൊരു തീരുമാനം, അത് ഇസ്രായേലിലെ സിവിലിയൻസിനെ, അവിടുത്തെ പൗരന്മാരെ ആക്രമിക്കരുത് എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തിരുന്നു. അതിൻ്റെ കാരണം അവരോടുള്ള സ്നേഹം കൊണ്ടല്ല, പകരം ഇസ്രായേൽ തിരിച്ച് ഞങ്ങളുടെ പൗരന്മാരെ ആക്രമിക്കുന്നൊരു നില ഉണ്ടാവരുത്. ലബനാനിലെ പൗരന്മാർക്ക് ഒരു കേടും വരരുത്. അതുകൊണ്ട് ഞങ്ങൾ മിലിറ്ററി ടാർഗറ്റ്സ് മാത്രമേ ലക്ഷ്യം വയ്ക്കുമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ വടക്കൻ ഇസ്രായേലിൽ, അതായത് തെക്കൻ ലബനാനോട് ചേർന്ന് കിടക്കുന്ന ഇസ്രായേലിൻ്റെ ഭാഗത്തെ മൊസാദിൻ്റെ ഒരു കേന്ദ്രം, അതുപോലെ ഇവരുടെ ഒരു സുരക്ഷാ കേന്ദ്രം രണ്ടിടത്ത് ഇവർ ആക്രമിച്ചു. അതിലൊരാൾ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഹസൻ നസ്രുള്ള പറയുന്നത് അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇസ്രായേൽ പുറത്തുവിടാത്തതാണ്. അവർക്ക് മാരകമായി മാരകമായ ആക്രമണമായിരുന്നു. അത് എത്ര പേര് കൊല്ലപ്പെട്ടെന്ന് ഞങ്ങൾക്കറിയില്ല, ഇസ്രായേലിനറിയാം. ഇസ്രായേൽ അത് പുറത്തുവിടട്ടെ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞു. അതിനർത്ഥം ഇനി ഞങ്ങൾ ആക്രമിക്കും. അത് സിവിലിയൻസിനെ ആക്രമിക്കില്ല എന്ന ഒരു സൂചനയാണ് ഹസൻ നസ്രുള്ള നൽകുന്നത്. ഇനി ഹൂത്തികളുടേതോ ഇറാൻ്റെയോ ഭാഗമായിട്ട് മറ്റാക്രമണം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ആക്രമണത്തിൻ്റെ ഒരു പ്രശ്നം, ഇസ്രായേലിലെ ആളുകൾ നേരത്തെ തന്നെ രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്, ഇതിലും രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ പീസ് ടോക്ക് നടക്കുന്നത് കൈറോയിൽ. അപ്പോൾ ആക്രമണം വൈകിക്കാനുള്ള കാരണം, എന്തുകൊണ്ട് ഇറാൻ അടിക്കുന്നില്ല എന്ന് കളിയാക്കുന്നുണ്ട് ഇറാനെയും ഹിസ്ബുള്ളയെയും. അപ്പോൾ ഈ ഇറാനും ഹിസ്ബുള്ളയും ഈ ആക്രമണം വൈകിപ്പിക്കാനുള്ള കാരണം നടക്കുന്ന പീസ് ടോക്കുകൾ അത് ബാധിക്കരുതെന്ന് കരുതിയാണ്. അപ്പോൾ ഈ പീസ് ടോക്കിലുള്ള പ്രശ്നം എന്താണ്? പീസ് ടോക്കുകളിൽ പുതിയ കണ്ടീഷൻസ് വയ്ക്കുകയാണ് നെതന്യാഹു ചെയ്യുന്നത്. അതായത് ജൂലൈ 2 അമേരിക്ക മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. ഹമാസും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 2 ആ കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൈറോ ചർച്ച നടത്താവൂ എന്ന് ഹമാസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഹമാസ് പറയുന്നത് പുതിയ കണ്ടീഷൻസ് ഞങ്ങൾ അംഗീകരിക്കില്ല, കാരണം ജൂലൈ 2 തന്നെ തിരിച്ചു പോകണം. എന്തിനാണ് നെതന്യാഹു പുതിയ കണ്ടീഷൻസ് വയ്ക്കുന്നത് വെച്ചാൽ, അവർ പീസ് ടോക്ക് ആഗ്രഹിക്കുന്നേയില്ല എന്ന് മാത്രമല്ല, വെടിനിർത്തൽ നെതന്യാഹുവിൻ്റെ അജണ്ടയിലേ ഇല്ല. നെതന്യാഹു പറഞ്ഞതിനെ നിർത്തിയാൽ തന്നെ 6 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ച് രണ്ടാമത് അടിക്കണം. അതായത് യുദ്ധം നിർത്തുക എന്നുള്ളത് നെതന്യാഹുവിൻ്റെ അജണ്ടയിലില്ല. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷത്തിൻ്റെ അജണ്ടയിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നേ ഇല്ല. ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഈ ഒരു വർഷമാകാൻ പോവുകയാണ്. ഇപ്പോൾ ഒക്ടോബറിൽ എന്താണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞതാണ്. ഗസ ഇല്ലാതാക്കുക, ഹമാസ് ഇല്ലാതാക്കുക എന്നുള്ളതല്ല, ഗസ അവിടെ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യുക, അത് അനക്സ് ചെയ്യുക ഇസ്രായേലിൽ. ഈ ആളുകളെ ഏതെങ്കിലും അഭയാർത്ഥി ക്യാമ്പിലേക്കോ മറ്റൊടത്തേക്ക് പാർപ്പിക്കുക. ഇപ്പോൾ പുതിയ കണ്ടീഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫിലാഡൽഫി കോറിഡോർ എന്ന് പറയുന്ന ഗസയുടെയും ഇസ്രായേലിൻ്റെയും ഈജിപ്തിൻ്റെയും അതിർത്തിയിലുള്ള ഒരു പ്രദേശമുണ്ട്. അവിടുത്തെ സൈനിക സാന്നിധ്യം തുടരണം എന്നുള്ളതാണ് പുതിയ കണ്ടീഷൻ. അത് ഹമാസ് അംഗീകരിക്കില്ല. ആ ഒരൊറ്റ കണ്ടീഷനിലാണ് ഇപ്പോൾ ചർച്ച വഴിമുട്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അമേരിക്ക പറയും ഉടൻ തന്നെ ഞങ്ങൾ വെടിനിർത്തൽ കൊണ്ടുവരും. ഏത് UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പീസ് ടോക്ക് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വെടിനിർത്തൽ കൊണ്ടുവരും, ബൈഡൻ ഇറങ്ങുന്നതിന് മുമ്പ് വെടിനിർത്തൽ സാധിക്കും, അല്ലെങ്കിൽ അടുത്ത പ്രസിഡന്റ് വരുന്നതിന് മുമ്പ് സാധിക്കും, അല്ലെങ്കിൽ അടുത്ത പ്രസിഡന്റ് വരുമ്പോൾ വെടിനിർത്തൽ വരും. ഇതൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രഹസനം മാത്രമാണ്. അത് ചർച്ചാ പ്രഹസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രായേലോ നെതന്യാഹുവോ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നേയില്ല. ബന്ദികളുടെ മോചനം അവരുടെ അജണ്ടയിലേ ഇല്ല. ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ടുവരിക എന്നുള്ളത് നെതന്യാഹുവിൻ്റെ ഇസ്രായേലിൻ്റെ അജണ്ടയിലേ ഇല്ല. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, ഇതൊക്കെ വെറുതെ ആയിരിക്കും. ഈ യുദ്ധം 2024 അവസാനിക്കാൻ പോകുന്നില്ല. 2024 അവസാനിക്കാൻ പോകുന്നില്ല എന്ന് പറയാൻ കാരണം അത് നമ്മൾ മാത്രം പറയുന്നതല്ല. 2025 ഈ യുദ്ധം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ സാമ്പത്തിക നിലയെ റേറ്റ് ചെയ്യുന്ന ഏജൻസികൾ ഇസ്രായേലിൻ്റെ റേറ്റിംഗ് താഴ്ത്തിയിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ തീരാൻ പോകുന്നില്ല എന്ന് റേറ്റിംഗ് ഏജൻസികൾ, അതായത് എക്കണോമിക് പാരാമീറ്റേഴ്സ് മാത്രം ശ്രദ്ധിക്കുന്ന ഏജൻസികൾ അത് മനസ്സിലാക്കുകയാണ്. 2024 തീരില്ല, 2025 തുടരുമെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് ഇസ്രായേലിൻ്റെയും ഫലസ്തീൻ്റെയും വിധി നിർണ്ണയിക്കുന്ന ഒരു യുദ്ധമായിരിക്കും.